ഹരേ രാമ ഹരേ കൃഷ്ണ. കൃഷ്ണപാദം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതയിലെ ആനന്ദം. എന്താണ് ഈ ആനന്ദം? ഓരോ വ്യക്തിക്കും സ്വന്തമായി ഒരു ധർമ്മമുണ്ട്. അത് പ്രവൃത്തിക്ക് അനുസരണമായി മാറിക്കൊണ്ടിരിക്കും. ഒരാളുടെ ധർമ്മം മറ്റൊരാൾക്ക് ധർമ്മം ആയിക്കൊള്ളണമെന്നില്ല. ഗുരുവിൻ്റെ ധർമ്മമല്ല ശിഷ്യന്റെ ധർമ്മം. ഇപ്രകാരം സ്വധർമ്മം മാറിക്കൊണ്ടേയിരിക്കും. സ്വന്തം തൊഴിൽ ഈശ്വരോപാസനയോടും നിസ്വാർത്ഥമായും ചെയ്യുക. ഈശ്വരൻ സ്വർഗവാസിയോ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വാസിയോ മാത്രമല്ല, അദ്ദേഹം സർവവ്യാപിയുമാണ്. ലോകത്തിലുള്ള സകല കണ്ണും ചെവിയും അദ്ദേഹത്തിൻ്റെതാണ്. സർവ ശരീരങ്ങളും വർത്തിക്കുന്നതും അദ്ദേഹമാണ്. ഇങ്ങനെയുള്ള ഈശ്വരന്റെ ആരാധനയായിട്ട് സർവകർമ്മവും ആവശ്യം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുമെന്നാണ് ഗീത പറയുന്നത്. സ്വന്തം തൊഴിൽ ഉപേക്ഷിച്ച് സന്യസിക്കുവാൻ ഗീത ഉപദേശിക്കുന്നില്ല. ഗീത പഠിച്ചതുകൊണ്ട് ഒരു തൊഴിലാളിയും സന്യാസിയാകുന്നില്ല. മറിച്ച് ആ വ്യക്തി സ്വന്തം തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തി സമൂഹത്തോടുള്ള കടമ നിർവഹിക്കുകയുള്ളൂ. ലോകത്ത് ഇന്ന് കാണുന്ന സാമ്പത്തിക അസമത്വത്തിനും ചൂഷണത്തിനും എതിരായുള്ള ഫലപ്രദമായുള്ള ക്രിയാമാർഗം ഗീത കാട്ടിത്തരുന്നു. യജ്ഞശിഷ്ടത്തിനും ദാനത്തിനും ഗീത വളരെ പ്രാധാന്യം നൽകുന്നു. യജ്ഞം എന്നാൽ ത്യാഗം എന്നർത്ഥം. ധനം സമ്പാദിക്കുന്നവന്റെ ഭോഗസുഖത്തിനല്ല, മറിച്ച് ദീനനും രോഗിക്കും ദരിദ്രനും സേവനം ചെയ്യാൻ വേണ്ടിയായിരിക്കണമെന്ന് ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ഒരുവന്റെ പ്രവൃത്തിരംഗം എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അവൻ ചെയ്യുന്ന സകല കർമ്മവും ഈശ്വരാർപ്പണമായി നിഷ്കാമമായി നിസ്വാർത്ഥമായി ചെയ്യുക. സർവവ്യാപിയും വിരാട് രൂപിയുമായ സർവേശ്വരന്റെ ആരാധനയായിരിക്കണം. അവന്റെ എല്ലാ കർമ്മവും ബഹുജനഹിതമായ ബഹുജനസുഖായ എന്നായിരിക്കണം അവന്റെ മുദ്രാവാക്യം. അപ്പോൾ അവന്റെ മനസ്സ് രാഗദോഷ വിമുക്തമാകും. ശുദ്ധമായ മനസ്സുകൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കാം. സാക്ഷാത്കാരം കൊണ്ട് നിത്യാനന്ദം എന്ന ജീവിതം ലക്ഷ്യം നേടാം. ഗീതോപദേശം സ്വജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുക. നമുക്ക് ചുറ്റും കാണുന്ന ദോഷങ്ങൾക്ക് പരിഹാരം അത് മാത്രമാണ്. സർവ്വതിനെയും സമത്വഭാവനയോടെ വീക്ഷിക്കുക. സർവഭൂതങ്ങളിലും ഈശ്വരനെ ദർശിക്കുക. ലോകത്ത് ശാന്തിയും സമാധാനവും തനിയെ വരും. നിങ്ങളുടെ ജീവരഥം തെളിയിക്കാൻ പാർത്ഥസാരഥിയായ ഭഗവാനെ തന്നെ ചുമതലപ്പെടുത്തുക. ശരണം പ്രാപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.